എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി നോക്കി പരിഹരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിൽ കിടക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും സമ്പത്തുണ്ടാകാനും നമുക്ക് അടുക്കളയിലുള്ള സാധനങ്ങൾ തീരാതിരിക്കാനും ദാരിദ്ര്യപരമായ ദുഃഖങ്ങൾ മാറാൻ വേണ്ടി എന്ത് കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ വീട്ടിൽ കൂടുതലായിട്ട് ആഭിചാര ദോഷങ്ങൾ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം അല്ലേ? ഒരു വീടെന്ന് പറയുമ്പോഴത്തേക്ക് ആ വീട്ടിൽ ചിലപ്പോൾ 5 അംഗങ്ങൾ കാണാം, 3 അംഗങ്ങൾ കാണാം, ഇല്ലെങ്കിൽ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്നത് കാണാം. അപ്പോൾ ഓരോ അംഗങ്ങൾക്കും വ്യത്യസ്തമായ സ്വഭാവ രീതികളായിരിക്കും അല്ലേ? അപ്പോൾ കൂടുതൽ വീടുകളിൽ വഴക്ക് നടക്കുന്ന ചാൻസ് എന്ന് വെച്ചാൽ വീട്ടിൽ എല്ലാവരും ഉള്ള ഒരു സമയത്തായിരിക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ ഒരാൾ പറയുന്ന അഭിപ്രായം ഒരാൾക്ക് പറ്റുന്നില്ല. അങ്ങനെ കൂടുതൽ വൈകുന്നേരങ്ങളായിരിക്കും ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഓരോരോ പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ വീട്ടിൽ എപ്പോഴും വഴക്കൊഴിയാതെ നിൽക്കുക. സാമ്പത്തികം എത്ര നമ്മൾ വീട്ടിലെ എല്ലാ അംഗങ്ങളും പണിക്ക് പോയാലും ആ വീട്ടിൽ സാമ്പത്തികം കൂടുതലായിട്ട് കിട്ടുന്നില്ല. വീട്ടിലുണ്ടാക്കുന്ന വസ്തുക്കൾക്കൊക്കെ രുചി കുറവുകൾ, വീട്ടിൽ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച പതിവില്ലാത്ത രീതിയിലുള്ള ബ്ലഡ് കാണുക, വീട്ടിൽ ഉള്ളവർക്കൊക്കെ അസുഖം മാറുന്നില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ ആഭിചാര ദോഷങ്ങളുണ്ട് ഇല്ലെങ്കിൽ വീട്ടിലെ അനർത്ഥങ്ങൾ മാറ്റാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അതിലൂടെയാണ് ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ് ഭക്തജനങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥാനം നോക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയെ വിളിച്ചിട്ട് സ്ഥാന സംബന്ധമായ കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ഈ സാമ്പത്തികപരമായ നഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അലമാരി ശരിക്കും പറഞ്ഞാൽ ഒരു വീടിൻ്റെ ബെഡ്റൂമിൽ തെക്കേ ഭിത്തിയിൽ വടക്കോട്ട് നോക്കിയാണ് വെക്കേണ്ടത്. ഇല്ലെങ്കിൽ പടിഞ്ഞാറേ ഭിത്തിയിൽ നമുക്ക് കിഴക്കോട്ട് നോക്കി അലമാരി വെക്കുക. ഈ 2 സ്ഥാനമാണ് അലമാരിക്കുള്ളത്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ തെക്കേ ഭിത്തിയിൽ വടക്കോട്ട് നോക്കി വെക്കാം. പടിഞ്ഞാറേ ഭിത്തി അലമാരി വെക്കുമ്പോൾ അലമാരിയുടെ മുഖം കിഴക്കോട്ട് നോക്കിയായിരിക്കും ഇരിക്കുന്നത്. ഈ 2 ഇടത്തും അലമാരി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വഴക്കുകൾ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആഭിചാര ദോഷം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നമ്മുടെ വീട്ടിൽ കൂടുതലായിട്ട് ഈ ശത്രുക്കൾ കൊണ്ടിടുന്ന ആഭിചാര ദോഷങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സാധാരണ വീട്ടിൽ വന്ന് എല്ലായിടത്തും കാക്ക കരയും. പക്ഷെ അതിനെ അപേക്ഷിച്ച് നമ്മുടെ വീട്ടിൽ കാക്കകൾ വന്ന് നമുക്ക് എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അഭിചാരമായി കാക്ക തലയെ കുത്തുന്നു. കാക്കകളുടെ ഒച്ച, അതായത് നമ്മൾ സാധാരണ പൊതുവെ എല്ലാ വീട്ടിലും കാക്ക വന്ന് ശല്യം ചെയ്യും, നമ്മൾ തുണിയൊക്കെ വിരിക്കും. പക്ഷെ അതിലും കൂടുതലായിട്ട് കാക്കകൾ വന്ന് പരസ്പരം തെക്കേ പടിഞ്ഞാറ്, അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയിരുന്ന് ആവശ്യമില്ലാത്ത രീതിയിലുള്ള കാക്കയുടെ സൗണ്ടുകൾ നമുക്കൊരു ദോഷത്തെ മുന്നറിയിപ്പ് അറിയുന്നു. നമ്മുടെ വീട്ടിൽ നാൽക്കാലികൾ മൃഗങ്ങളുണ്ടെങ്കിൽ അത് ഈ ചൊവ്വ വെള്ളി കർത്തവാവ് ദിവസങ്ങളിൽ ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ വീട്ടിലെ മൃഗങ്ങൾ ചത്തുപോകുന്നു. നമ്മൾ ചുമ്മാതെ അടുക്കളയെ പെരുമാറുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് ഈ കത്തിയൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും കൈയൊക്കെ സ്വാഭാവികമായിട്ട് മുറിയും. പക്ഷെ അതിനെ അപേക്ഷിച്ച് ചൊവ്വ വെള്ളി വീടുകളിൽ ബ്ലഡ് കാണുന്നു, അതായത് കൈകൾ മുറിയുന്നു. പിന്നെ അതിനെ അപേക്ഷിച്ച് നമ്മുടെ വീട്ടിൽ കിടന്നിട്ട്, അതായത് കിഴക്കോട്ട് തല വെച്ചാലും പടിഞ്ഞാട്ട് തല വെച്ചാലും തെക്കോട്ടോ ഈ 4 ദിക്കിലും തല വെച്ചിട്ട് ഉറക്കങ്ങൾ ശരിയാകുന്നില്ല. ശരിക്കും പറയേണ്ടത് നമ്മൾ ഉറങ്ങേണ്ട ദിക്കെന്ന് പറഞ്ഞാൽ തെക്കോട്ട് തല വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം അതുകൊണ്ടാണല്ലോ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കാണ് തെക്ക്. അതുകൊണ്ടാണല്ലോ മരിച്ചവരെ തെക്കോട്ട് തല വെച്ച് കിടക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകാം, മരിച്ചവർ മാത്രമല്ല തെക്കോട്ട് തല വെക്കുന്നത്. അല്ല, സയൻസ് വരെ പറയുകയാണെങ്കിൽ തെക്കോട്ട് കിടന്നെങ്കിൽ മാത്രമേ രക്തോട്ടവും കാര്യങ്ങളൊക്കെ കറക്റ്റായി നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടത്തുള്ളൂ. കിഴക്കോട്ട് വെച്ചാലും കുഴപ്പമില്ല, കിഴക്കും ശുഭമാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ പടിഞ്ഞാട്ടും വടക്കോട്ടും വെച്ച് തല വെച്ച് കിടക്കരുത്. അതും കൂടെ ഒന്ന് ഭക്തജനങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഈ വീടിൻ്റെ ദോഷം, ഈ ആഭിചാര ദോഷം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ എത്ര ആഹാര സാധനങ്ങൾ വെച്ചാലും രുചി കിട്ടുന്നില്ല, അംഗങ്ങൾ തമ്മിൽ പരസ്പരം വഴക്കുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ സാധാരണ ഒരു വീടിനെ സംബന്ധിച്ച് ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട് അല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ദോഷം വരുമ്പോഴത്തേക്ക് ഇതിനെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ഉണ്ടാകാം. അപ്പം അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഈ പറയുന്ന പോലെ കുന്തിരിക്കവും കാര്യങ്ങളൊക്കെ കത്തിക്കുക. നമ്മളൊരു പൂജാമുറി വിളക്ക് വെക്കുന്നവരാണെങ്കിൽ നെയ്യ് ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുക. ഒരു 10 മിനിറ്റ് കത്തിച്ചാൽ മതി. കാരണം നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുക. കാരണം നെയ്യ് എന്ന് പറയുമ്പോഴത്തേക്ക് പോസിറ്റീവാണ്. അപ്പോൾ ആ ഒരു ദീപം നമ്മുടെ ഈശ്വര ചൈതന്യത്തിൽ കത്തിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് ഉണ്ടാകും. അതുപോലെ തന്നെ കുന്തിരിക്ക, അതല്ല ഊതി, ഇത് അങ്ങനെയുള്ള
കാര്യങ്ങൾ ചൊവ്വ വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മുടെ വീട്ടിൽ പോയിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട് ആരുടെ പേർക്കാണ് അവരുടെ പേർക്ക് വീടിൻ്റെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ പോയി ഭഗവതി സേവയ അഷ്ടദ്രവ്യ ഗണപതി ഹോമം 3 മാസത്തേക്ക് കഴിക്കുക. നമ്മൾ നടത്തിയ പോരാ, നമ്മൾ ആ വീട്ടിലുള്ള ആൾക്കാരെല്ലാവരും പറ്റുമെങ്കിൽ പങ്കെടുത്ത് ആ ഒരു പ്രസാദം നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ കൂടുതൽ ആഭിചാര ദോഷം ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഈ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി ഒത്തിരി വഴിപാടുകളും ഗുരുതിയൊക്കെ കഴിച്ച് കുഴിച്ചിടാനൊന്നും നിൽക്കേണ്ട. ഭഗവതി സേവയാണ് ശരിയായ ഒരു പരിഹാരങ്ങൾ. പിന്നെ കൂടുതൽ ഭൂമി സംബന്ധമായ ദോഷം ഉണ്ടെങ്കിൽ ജ്യോതിഷപരമായ കാര്യങ്ങൾ നോക്കിയെങ്കിൽ മാത്രമേ ആ ഭൂമിയിലെ ദോഷങ്ങൾ മാറും. ചില ആൾക്കാർ പറയാറുണ്ട് തിരുമേനി വീടിൻ്റെ വാസ്തുവൊക്കെ കറക്റ്റാണ്, പക്ഷേ എന്നാലും ഈ വീട്ടിൽ കിടന്നിട്ട് ഒരു കരകയറ്റം കിട്ടുന്നത്. അത് നമ്മൾ വീടിൻ്റെ ഭൂമിപരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളോ ഇല്ലെങ്കിൽ വരുത്തുപോക്കോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ആ വീടിന് മുമ്പ് നെഗറ്റീവ്പരമായിട്ട് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കൊണ്ട് വീട് ആരുടെ പേർക്കാണ് ആ വീട്ടുപേര് വെച്ചും ആ ഗ്രഹനാഥൻ്റെ പേര് വെച്ച് നോക്കിയെങ്കിൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ അനർത്ഥങ്ങളൊക്കെ ഭക്തജനങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ നോക്കി കബടി വെച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ പൊതുവേ നമുക്ക് ഈ വീട്ടിലെ ദോഷങ്ങൾ മാറാൻ വേണ്ടി ഭഗവതി സേവ ചെയ്യുക. ഒപ്പം തന്നെ വീട് ആരുടെ പേർക്കാണ് അവരുടെ പേർക്ക് തന്നെ ആയിരിക്കണം ഭഗവതി സേവ ചെയ്യുന്നത്. ചിലപ്പം ചില ആൾക്കാർ പറയും അയ്യോ അമ്മയുടെ പേർക്കാണ്, അമ്മ മരിച്ചുപോയി, അപ്പോൾ അത് ഭർത്താവിൻ്റെ പേരിലേക്ക് ഇതുവരെ ആക്കിയിട്ടില്ല. അങ്ങനെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവിടുത്തെ ഗ്രഹനാഥൻ്റെ പേരിൽ തന്നെ ഭഗവതി സേവയും ഗണപതി ഹോമവും ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഈ വീട്ടിലെ ദോഷങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ശിവക്ഷേത്രത്തിൽ പോയി അഹോര മന്ത്രം ജപിച്ച ഭസ്മം വീടിൻ്റെ 4 മൂലയ്ക്കും കുഴിച്ചിടുക. കുറച്ച് ഭസ്മം എടുത്ത് വെള്ളത്തിൽ കലക്കി നമ്മുടെ വീടിൻ്റെ എല്ലാ ബെഡ്റൂമിലൊക്കെ തളിക്കാം. അതൊക്കെ നമുക്ക് ആഭിചാര ദോഷങ്ങൾ, വീട്ടിൽ ശാന്തി സമാധാനം ഉണ്ടാകാനും വീട്ടിലെ ഗ്രഹദോഷങ്ങൾ മാറാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന വഴിപാടുകൾ ചെയ്യുക. ആരും പേടിക്കേണ്ട കാര്യമില്ല. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയേണ്ട ഈ നമ്പറിൽ നിന്ന്